ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമിന്റെ ഒരു കാര്യമാണ്. ഞാൻ നൈറ്റ് ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമുക്ക് ശംഖുപുഷ്പം വേണം. എനിക്കിതേ 2 ശംഖുപുഷ്പമാണ് കിട്ടിയത്, അതും വാടിയത്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ വേണ്ടത് പനിക്കൂർക്ക വേണം. വാ, എന്റെ പനിക്കൂർക്ക കൃഷി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതെന്റെ പനിക്കൂർക്ക കൃഷിയാണ്. ഭരണിയിലാണ് കേട്ടോ പനിക്കൂർക്ക നട്ടു വെച്ചാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 2 എണ്ണം പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, 2 എണ്ണം മതിയാവും. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളത്തില് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാവേ. ആ പനിക്കൂർക്കയും പിന്നെ ഈ ശംഖുപുഷ്പവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തില്. ഇതിന് തിളച്ചിട്ട് ഒന്ന് വറ്റി വരണം. നോക്കിക്കേ, നല്ല ബ്ലൂ കളറായിട്ടുണ്ട് കേട്ടാ. വെയിറ്റ് ചെയ്യുവാണ്. ശംഖുപുഷ്പം കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്റെ കൊടുത്ത വീടില്ലേ, അവിടെ കുറേ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ ശംഖുപുഷ്പം ഇങ്ങനെ പടർത്തി കയറ്റിയിട്ട് കുറേന്ന് വെച്ചാൽ കുറേ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു ഈ കളറിലത്തെ. എന്നിട്ട് നമ്മള് കുറേ പറിച്ചിട്ട് തിരുവപ്പ അമ്പലത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പൊ ശംഖുപുഷ്പം കിട്ടാനില്ല. വൈറ്റ് ശംഖുപുഷ്പം കുറച്ചും കൂടെ ഒരു ഔഷധ ഗുണമുള്ളതാണ്. ഇതിന് ഔഷധമൊക്കെ ഉണ്ട്. ഇതും ആൾക്കാർ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ട സ്റ്റേജ് ആയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അരിച്ചെടുക്കാവേ. ഇതേ നോക്കിക്കേ, ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിപ്പോ നല്ല ചൂടുണ്ട്. അപ്പൊ ഞാനിത് ചൂടാറാൻ വേണ്ടി വെക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ ചൂടാറ്റിയിട്ട് കാണിച്ചു തരാവേ. അപ്പൊ ഇതേ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് ബാക്കിയുള്ള കാര്യങ്ങള്. നമുക്ക് ഇനി ഇതിലോട്ട് അലോവേറ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, ഇതിന്റെ ടെക്സ്ചർ മാറണം. നോക്കിക്കേ, കണ്ടോ, നല്ലൊരു ജെൽ ഫോമിലായി. ഇനി ഇതിലോട്ട് എൻ്റെ ഈ അലോവേറയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. സോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഒരു കുറച്ച് ഡ്രോപ്സ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നോക്കിക്കേ, കണ്ട, നല്ല ജെല്ല് പോലെ ഇല്ലേ. അടിപൊളി നൈറ്റ് ക്രീമാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് നാള് ഇത് കേടുകൂടാണ്ട് ഇരിക്കും. അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കിടക്കണം. ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നൈറ്റ് ഫുള്ള് നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് കാലത്ത് നിങ്ങൾ വാഷ് ചെയ്ത് കളയണം. ഇതൊരു 10 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ആൻറ്റി ഏജിങ് സപ്പോർട്ടും ഉണ്ട് ഈ ക്രീമിന്. അതേപോലെ തന്നെ
എന്താ പറയുക, ഏത് ടൈപ്പ് സ്കിന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ChatGPTയോടോ ജെമിനിനോടോ ബട്ടർഫ്ലൈ പീ പ്ലാന്റ് നൈറ്റ് ജെൽ ഓർ ക്രീം ബെനിഫിറ്റ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വെറുതെ വിട്ടേക്കുക, കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനി എന്തെങ്കിലും ഒരു കുപ്പിക്കകത്തോ കണ്ടെയ്നറിനകത്തോ ആക്കി നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കേടുകൂടാണ്ട്. ഒരുപാട് നാൾക്ക് തേക്കാനുള്ളതുണ്ട്. ഇത് ഇത്രയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ, സി യു.